അദ്ദേഹവും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് മുതൽ പോറ്റിക്ക് ഈ സർവ്വ സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുന്നതിൽ ഈ തന്ത്രിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അങ്ങനെ നിരവധിയായ ഗുരുതരമായ ആരോപണങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിലല്ല ആ ഒരു വാദം ചോദിച്ചത്. ഇതൊന്നും പങ്കില്ല എന്ന് രാഹുൽ വാദിച്ചപ്പോൾ എന്നാൽ പിന്നെ ഇത് അറിയിക്കെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആചാര ലംഘനം തന്ത്രി നടത്തിയെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ആചാര ലംഘനം. ഇവിടുത്തെ ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയതാരാന്നേ. ഇവിടെ ഈ വിഷയം തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാ? ശബരിമലയിലുള്ള അവിടുത്തെ ആ സ്വർണ്ണപ്പാളികള് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് എഴുതി വെച്ചതാരാണ്? ഇനി യുവതികളെ കൊണ്ടുവന്നിട്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയിട്ട് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അങ്ങനെ ഒരുവെങ്കിലും കേരളത്തിലെ സുപ്രീം കോടതി തെറ്റ് ചെയ്തെന്ന് പറയണ്ടേ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ? എന്നാ പിന്നെ ശ്യാംരാജ്, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതിയാണ് ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയിരിക്കുന്നതെന്നും കൂടി അങ്ങ് പറ. എന്റെ വായു കയറിയിട്ട് രേണുക പറയണ്ട, ഞാൻ എന്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞോളട്ടെ. അല്ല, കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ആദ്യം നിലപാട് സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീ എ സംബന്ധിനെ പോലെ സീനിയർ അംഗങ്ങളോട് ഇരിപ്പുണ്ട്. അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അദ്ദേഹം ഉള്ളത് എന്റെ അഭിപ്രായം പറയാതിരിക്കാൻ ഞാൻ ജൂനിയർ ആണെന്നുള്ളതോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു എന്നതോ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമല്ല ശ്യാംരാജ്. താങ്കൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ചിന്താഗതി എന്താണ് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾ ആരും വന്നിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടില്ല. ഒന്നെനിക്ക് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പകുതി കേൾക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ചില അവധാനത്തോടെ ഇരിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് ഒരു എന്താ പറയുന്നത്, ഞങ്ങളോടുണ്ടെങ്കിലും രേണുക രാഷ്ട്രീയപരമായിട്ടുള്ള എതിര് ഞങ്ങളോടുണ്ടെങ്കിൽ അതൊരു പ്രദർശിപ്പിക്കാതെ ഇരിക്കുകയെങ്കിലും ചെയ്യും. നിങ്ങൾ ന്യൂട്രലായിട്ടൊക്കെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യും. പറയട്ടെ, നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന ചർച്ചയിലാണെങ്കിൽ നമുക്ക് എത്ര വേണം ബഹളം വയ്ക്കാം. ഇവിടെ ഇപ്പൊ ബഹളം വയ്ക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും തന്ത്രി ആചാര ലംഘനം നടത്തിയിരുന്നതാണ്. ഏറ്റവും വലിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇനി അത് തന്നെയല്ല പ്രശ്നം. എന്താണ് അനുചിതമായത്? നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പല ഈ പറഞ്ഞിട്ടുള്ള ഈ സ്വർണ്ണക്കള്ള ഇദ്ദേഹത്തിന് അറിയാമായിരുന്നോ? എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് തന്നെ ആരാണെന്നേ? ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ തന്നെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡല്ലേ? ആ ദേവസ്വം ബോർഡിന്റെ അംഗം പുറത്തല്ലേ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് രണ്ട് രീതിയിൽ, ഏതൊരു ക്ഷേത്രത്തിലും രണ്ട് രീതിയിലാണ് ഭരണം നടക്കുന്നത്. ഒന്ന് അവിടുത്തെ ആചാരപരമായിട്ടുള്ളതും, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആ ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടതല്ല, മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ആ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകൾ തന്നെ ദേവസ്വത്തിന്റെ ആളുകളാകുമ്പോൾ ആ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഇത്ര എടുക്കുന്ന കാട്ടുന്നതിനാണ്. ഈ പറഞ്ഞ ഇതേ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഈ പറഞ്ഞ ചിത്രങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. തന്ത്രിയുടെ ഒപ്പം ഈ പറഞ്ഞ പൊന്നുകൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതേ ചിത്രങ്ങളുടെ കടകംപള്ളിയുടെ ഒപ്പം കണ്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ശ്രീ കടകംപള്ളിയല്ലേ? അദ്ദേഹത്തിനെ ഈ പൊന്നുകൃഷ്ണൻ പോറ്റിയുടെ കണ്ടില്ലേ? വ്യക്തമായി ശ്യാംരാജ്, ഞാൻ ആ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി. ഓക്കെ, താങ്കൾ പറഞ്ഞ കാര്യം വ്യക്തമായി. താങ്കളുടെ സാങ്കേതിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് രാഷ്ട്രീയ വിരോധം കൊണ്ടുള്ള ഇടപെടലല്ല. ഒരു ചർച്ചയിൽ നമ്മൾ ഇടപെടേണ്ടതായി തോന്നുന്ന ഘട്ടങ്ങളിൽ ഇടപെടുന്നു എന്നതേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നോക്കിയുമല്ല ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, എനിക്കറിയാം എ സമ്പത്ത് എത്ര സീനിയർ ആയിട്ടുള്ള നേതാവാണെന്ന് എനിക്കറിയാം. പക്ഷേ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടോ സ്ത്രീ ആയിട്ടുള്ള ഒരു ഞാൻ ചർച്ച നടത്തുന്നത് കൊണ്ടോ എനിക്ക് ഇടപെട്ടുകൂടാ, പറഞ്ഞുകൂടാ എന്നൊന്നും പറയരുത്. അത് പൊതുസമൂഹം കാണുന്നതാണ്. അവർ നിങ്ങളെ പറ്റി കാര്യങ്ങളിൽ വിലയിരുത്തൽ നടത്തും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത് നോക്കൂ, ഇവിടെ ഏറ്റവും തന്ത്രിയേക്കാൾ ഉത്തരവാദിത്തം ഉള്ളത് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, ഏറ്റവും ഉന്നതയിൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അന്വേഷണം ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്നില്ല? തന്ത്രിയെക്കാട്ടി മന്ത്രിയെ നിങ്ങൾ രക്ഷിച്ചെടുക്കുമോ? നിങ്ങൾ പോറ്റിയെ കയറ്റിയത് ആരാന്നൊക്കെ ബോധ്യമായി എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ ഇപ്പോഴും ഉള്ളിലാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം എന്നതാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. രേണുക, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്യാംരാജ് ബി ജെ പിയുടെ പ്രതിനിധിയാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ
സ്വാഭാവികമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ കുറച്ച് ക്രോധം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അത് നമ്മൾ സ്വാഭാവികമായി ചിലപ്പോൾ ഇത്തരം ഒരു ചർച്ചയിൽ താങ്കൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടായിപ്പോയാൽ ആ കാര്യത്തെ മാറ്റിവെക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് ആചാരലംഘനത്തിൻ്റെ വിഷയം അല്ല, അത് ഒരു കാര്യം മാത്രമാണ്. ആചാരങ്ങൾ മാറ്റപ്പെടാം, തിരുത്തപ്പെടാം. അതിങ്ങനെ അനാചാരങ്ങളായാൽ അനാചാരങ്ങൾ നമ്മളത് തന്നെ എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ഈ സഹിച്ച് പുറത്ത് അങ്ങനെ തന്നെ പോവുകയൊന്നുമില്ല. കാലാകാലങ്ങളിൽ അത്തരത്തിൽ നിരവധി ആചാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. ഓർമ്മയില്ലേ പണ്ട് മൃഗബലി, പക്ഷിബലി, പലയിടത്തും മദ്യം കൊണ്ടുള്ള ഈ അതിൻ്റെ ധാര, ഓർമ്മയില്ലേ അത്തരം കാര്യങ്ങളിൽ? ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതടക്കം പലയിടങ്ങളിൽ ഇപ്പോൾ മാറ്റപ്പെട്ടു തുടങ്ങി വന്നിട്ടുള്ളത് ഒക്കെ കാര്യങ്ങൾ. ഇവിടെ ഞാനിതൊന്ന് വായിച്ചോട്ടെ. ഇത് ക്രിമിനൽ നടപടി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേതാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്രൈം നമ്പറെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. 3701/CB/CU ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വകുപ്പുകൾ? ശ്യാംരാജും BJP നേതാക്കളും അതുകൂടി ഒന്ന് നോക്കിയേ. അണ്ടർ സെക്ഷൻസ് 403, 406, 409, 466, 467, 120B read with 34 IPC and section 13(1)A read with 13(2) of Prevention of Corruption Act 1988, Amendment Act 2018. ഇവിടെ എന്നു മുതലാണ് ഇതിൻ്റെ സംഭവം ഉണ്ടായതിനെപ്പറ്റി? 19/3/2019 തീയതി മുതൽ 9/10/2025 തീയതി വരെയുള്ള കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനം, എന്താണ് സംഭവസ്ഥലം, പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്, ശബരിമല സന്നിധാനത്തിൽ ഏറ്റവും കൂടുതൽ സമയം അവിടെ ഉണ്ടാവുക ആരാണ്? നോട്ടം കൊണ്ട്, സ്പർശം കൊണ്ട് ഒക്കെ തന്നെ, ഒരുപക്ഷെ ശബ്ദം കൊണ്ട് തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ആരാണ്? ഇത്തരം കാര്യങ്ങളിൽ സാക്ഷിയായി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ തനിക്ക് അത്തരത്തിൽ വിമുഖതയുണ്ട് എങ്കിൽ, അത് ആചാരലംഘനമാണ് എന്നുണ്ടെങ്കിൽ, അത് അനീതിയാണ് എന്നെങ്കിൽ, ഇത് താനിതിന് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ, ആ സംഭവത്തിൽ അവിടെ വെച്ച് അത്തരത്തിൽ ഒപ്പിട്ട് കൊടുത്ത അതേ വ്യക്തിക്കു തന്നെ ഉത്തരവാദപ്പെട്ട ദേവസ്വം ബോർഡിനെ ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ നിർബന്ധിതനായി എന്ന് രേഖാമൂലം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഒന്ന് ആലോചിച്ചേ. എങ്ങനെയാണ് മുമ്പ് ഒരു മുഖ്യ തന്ത്രിയെ മാറ്റേണ്ടി വന്നത്? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡൻ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ CK ഗുപ്തൻ എന്നാണ്. അഭിഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ആരാണെന്നറിയുമല്ലോ? VMS നമ്പൂതിരിപ്പാടിൻ്റെ മകളുടെ ഭർത്താവാണ്. ശ്രീമതി EM രാധയുടെ ഭർത്താവാണ്. എന്തിനാണ് പഴയ ഒരു തന്ത്രി ഭാര്യയും കുടുംബാംഗങ്ങളും അമ്മയും ഉൾപ്പെടെ ആ വീട്ടിലേക്ക് ചെന്ന് സാഷ്ടാംഗം കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് 1 കോടി രൂപ കൈപ്പറ്റിക്കൊണ്ട് എനിക്കെതിരെ നടപടികൾ ഉണ്ടാവരുത്, പ്രൊസീഡിങ്സ് ഉണ്ടാവരുത് എന്നുള്ളത് പരസ്യമായി ശ്രീ CK ഗുപ്തൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇവിടെ എന്താ കാര്യങ്ങൾ? ഇങ്ങനെ ഇതെല്ലാം പരിശുദ്ധരായി അത്തരത്തിൽ എല്ലാവരെയും നമ്മൾ വെള്ളപൂശുന്നത് ശരിയല്ല. ഇവിടെ ഏതെങ്കിലും മന്ത്രിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അത് പറയുന്നത് ഒരു മിനിറ്റ് എടുത്ത് രാഹുൽ ഈശ്വറിനോട് ചോദിക്കാൻ അത്തരത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കന്നഡ നടി ജയമാല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അവിടെ നടന്ന ആചാര ലംഘനം അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് രാഹുലിനോട് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് പോയതുകൊണ്ടാണ്. അല്ല രേണുക, എ പേഴ്സൺ ഹൂ ഈസ് സപ്പോസ് ടു ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള ഈ അധർമ്മം എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതല്ലേ നല്ലത്. നമ്മൾ കുടുംബാംഗങ്ങളടക്കം വീക്ഷിക്കുന്ന ഒരു ചർച്ചയിലാവുമ്പോൾ ഒരു ഹണി ട്രാപ്പിലേക്കെല്ലാം അത്തരത്തിൽ ചെന്ന് വീണതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമുക്കുള്ള നാണക്കേടുണ്ടല്ലോ, മറന്നു പോകരുത്. നമ്മൾ പല കാര്യങ്ങളും ഇത്തരത്തിൽ മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും ചില ആളുകളെ ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ പറയുന്ന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ മുഴുവൻ കാര്യങ്ങളും ഒരു മന്ത്രിയുടെ ഓഫീസ് അറിയേണ്ടതല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ വിളിച്ച് ചോദിക്കാനും പറ്റുമോ? അത്തരം കാര്യങ്ങൾ അവരല്ല ചെയ്യുന്നത്. അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ അവരല്ല ചെയ്യുന്നത്. ഇനി ദേവസ്വം മാനുവലിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. തന്ത്രിമാരുടെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ സമയത്തുകൊണ്ട് അത് വായിക്കാത്തത്. ഈ ആചാരങ്ങളും ദേവഹിതവും മാത്രമൊന്നും അല്ല തന്ത്രിമാരുടെ ഉത്തരവാദിത്വം. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോയ കാര്യങ്ങളിൽ
പത്മകുമാറിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. പോറ്റി നൽകിയിട്ടുള്ള മൊഴിയും പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ തന്ത്രി അറിഞ്ഞു എന്നതിലെ നിഗമനത്തിലേക്ക് SIT എത്തുന്നതിൽ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഇതേ പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പോറ്റിയുടെ മൊഴികളുണ്ട്. പോറ്റി അവിടെ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം മന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന മറ്റു മൊഴികളുണ്ട്. ദേവസ്വം മന്ത്രി ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഈ പറയുന്ന പോറ്റി പറഞ്ഞാലും ഇല്ലെങ്കിൽ, ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എന്നെ വേണമെങ്കിലും SITക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തുകയോ അല്ല എൻ്റെ ഭവനത്തിലോ എൻ്റെ വക്കീൽ ഓഫീസിലോ വന്ന് എന്നോട് വിവരങ്ങൾ ആരായുകയോ ചെയ്യാം. അത് ചോദ്യം ചെയ്യലാവില്ല അത്തരം കാര്യങ്ങൾ. ഇവിടെ വാസ്തവത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ദീർഘമായ റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഈ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ 60 ദിവസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും, ജാമ്യം കിട്ടിയിട്ടില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചൂണ്ടിക്കാട്ടിയ കാര്യം ശോഭാ ജോൺ ഉൾപ്പെട്ട കേസിൽ പെട്ട കണ്ഠര് മോഹനരുടെ അന്നത്തെ അവസ്ഥ അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. നടി ജയമാല എങ്ങനെയാണ് ഈ വിഗ്രഹത്തെ തൊട്ട് താൻ അവിടെ പ്രാർത്ഥന നടത്തിയത് എന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ആചാരലംഘനം എന്തൊക്കെ അവിടെ നടക്കുന്നു, അതിനൊക്കെ ആരാണ് കുടപിടിക്കുന്നത് എന്നത് കേരള സമൂഹം മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നിരിക്കെ തന്നെ അവിടെ ഇപ്പോൾ SITയെ സംശയ നിഴലിൽ നിർത്തി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലയിലാണോ നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഒരിക്കലല്ല. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രിയുമല്ല, ഇനി മന്ത്രിയല്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഏലിയൻ ഇതിൽ പങ്കുണ്ടെങ്കിൽ അതുപോലെ അന്വേഷിക്കപ്പെടണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. പക്ഷേ നേരത്തെ ഡോക്ടർ സമ്പത്ത് അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി പോലും അംഗീകരിച്ച SITയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് പറയുക, ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീനിന്റെ ബെഞ്ച്, അതായത് ജാമ്യം പരിഗണിച്ച ബെഞ്ച്, അതായത് കേസ് ഡയറി പരിശോധിച്ച ബെഞ്ച്, അതായത് ഏത് ബെഞ്ചിനാണോ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്നും ഏതർത്ഥത്തിലാണ് ആരെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്നതിൻ്റെ അകത്ത് വ്യക്തതയുള്ള ബെഞ്ച്, ആ ബെഞ്ച് 87 പേജ് വരുന്ന ബെയിൽ ആപ്ലിക്കേഷൻ ജഡ്ജിമെന്റിൽ വെർഡിക്റ്റിൽ 9 തവണയാണ് ബിഗ് ഗൺസ് എന്ന് പറഞ്ഞത്. വലിയ മീനുകളിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ SITയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള പരിഭവം എന്താണെന്ന് അറിയാമോ? തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല ഞങ്ങളുടെ പരിഭവം. ഞങ്ങളുടെ പരിഭവം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരാൾ തന്ത്രി ആയിക്കൂടാന്നുണ്ടോ? അല്ല, ആയിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പരിഭവം എന്താണെന്നറിയോ, ആഴങ്ങളിലേക്ക് പോയി വലയിടുന്നില്ലെന്നുള്ളതാണ്. വലിയ മീനുകൾ അവിടെ കിടക്കുകയാണ്. സ്രാവും തിമിംഗലമൊക്കെ അപ്പുറത്തുള്ളപ്പോ ഇവിടെ കിരിയാനും മത്തിയും നെത്തോലിയൊക്കെ പിടിച്ചുകൊണ്ട് ഇവര് ഹാൽമരുതി അതിൽ കണ്ടെത്തുകയാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുക്കാൻ പോയതല്ലല്ലോ കടകംപള്ളി എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന് രേണുകയ്ക്ക് അറിയാമോ? ഇല്ലല്ലോ. നോക്കൂ, ഈ തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു ഇതിനു മുൻപ് SIT. അന്ന് അത് കഴിഞ്ഞിട്ട് വന്ന അദ്ദേഹം ദൈവതുല്യർ ആരാണെന്ന് എനിക്കറിയത്തില്ല, എത്രയോ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 88-ാം ദിവസമാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു, അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് SIT പറഞ്ഞോ? ഇല്ലല്ലോ. നീങ്ങില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളിയെ, അതായത് തന്ത്രിയോട് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ഏറെക്കുറെ അന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. തന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനാണ് ചോദ്യം ചെയ്തത്, എന്നാണ് ചോദ്യം ചെയ്യുന്നത്, എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തത് ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളിയെ ചോദ്യം ചെയ്യാനാണോ വിളിപ്പിച്ചത്? കടകംപള്ളിയിൽ നിന്ന് സംശയങ്ങൾ ധ്രുവീകരിക്കുകയാണോ ചെയ്തത്? ന്യൂസ് 18 സീനിയർ ചീഫ് എഡിറ്റർ രേണുക MGക്ക് അതറിയാമോ? ഇല്ല. ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.